حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അള്ളാഹു നിശ്ചയിച്ചതായ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ജിന്നുകളോട് ചോദിക്കുന്നത് ശിർക്കാവുകയില്ല എന്നും ജിന്നുകളോടുള്ളതായ ചോദ്യം ഭൗതികമാണ് എന്നുമുള്ളതായ ഒരു വാദം പ്രചരിക്കുന്നുണ്ട്. ആ വാദം ഒന്ന് കേൾക്കാം. അല്ലാഹു തആല മലക്കുകൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്, ജിന്നുകൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മലക്കിന്റെ കാഴ്ച എത്രയാണോ, ആ ജിന്നിന്റെ കാഴ്ച എത്രയാണോ, മലക്കിന്റെ കേൾവി എത്രയാണോ, ജിന്നുകളുടെ കേൾവി എത്രയാണോ, അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു, അയാൾ അറിയുന്നു, അവൻ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ, ചോദ്യങ്ങൾ, വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല, ഇബാദത്തായ ചോദ്യം എന്ന് പറയില്ല, അത് ദുആ എന്ന് പറയില്ല, അത് അഭൗതിക മാർഗത്തിലുള്ള ചോദ്യമല്ല. അതുകൊണ്ടാണ് അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഇതിനെ സംബന്ധിച്ച് താങ്കൾക്ക് പറയുവാനുള്ളത്? ഈ ജിന്നുവാദം കേരളത്തിൽ ഉടലെടുത്തതിന് ശേഷം അതിനെ സൈദ്ധാന്തികവൽക്കരിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ആളാണ് നമ്മളിപ്പോൾ കേട്ട ഫൈസൽ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഈ വിഷയത്തിൽ അദ്ദേഹം എഴുതിയ കാര്യങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ എത്രമാത്രം വൈരുദ്ധ്യവും അപകടവുമാണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ജിന്നുകളോട് നടത്തുന്ന സഹായാർത്ഥന, അതുകൊണ്ട് തന്നെ അത് അഭൗതികമല്ല, അത് ഭൗതികമാണ്, അത് ശിർക്കാവുകയില്ല എന്നാണ്. ആരാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത് അല്ലാഹു അങ്ങനെ ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന്? നമ്മൾ നേരത്തെ കണ്ട ആയത്തുകളിൽ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു അങ്ങനെ ഒരു വ്യവസ്ഥ, നമ്മളുടെ തേട്ടം കേൾക്കുവാൻ, അത് ഉത്തരം ചെയ്യുവാൻ അങ്ങനെ ഒരു വ്യവസ്ഥ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് ശിർക്കാണെന്ന് പറയുന്നത്. ഇനി ഇത് അഭൗതികമാണോ ഭൗതികമാണോ? ഈ അഭൗതികം ഭൗതികം വിഷയത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ ഈ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഫൈസൽ മുസ്ലിയാർ കോഴിച്ചാനയിൽ എഴുതിയ വാദം നമ്മൾ കണ്ടല്ലോ നേരത്തെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമാണ് എന്നാണ്. അപ്പം എങ്ങനെയാണ് അത് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഭൗതികമാണെന്ന് പറയുന്നത്? അഭൗതികമാണ് എന്ന് ഒരു സ്ഥലത്ത് പറയുക, അദൃശ്യമാണ് അഭൗതികമാണ് എന്നൊരു സ്ഥലത്ത് പറയുക. എന്നാൽ ഈ അദൃശ്യമാണ് അഭൗതികമാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ശിർക്കല്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇപ്പം അത് ഭൗതികമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനേക്കാൾ രസകരമായ വേറൊരു വസ്തുത, അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇത് ശിർക്കാവാത്തത് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാഫിർ ജിന്നിനോടുള്ള സഹായതാർത്ഥം എങ്ങനെയാണ് ശിർക്കാകുന്നത്? കാഫിർ ജിന്ന് ഈ വ്യവസ്ഥക്ക് പുറത്താണ്, മുസ്ലിം ജിന്ന് ഈ വ്യവസ്ഥക്കുള്ളിലാണ് എന്ന് ഖുർആനിലുണ്ടോ? എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇവർ പറയുന്നത് കാഫിർ ജിന്നിനോട് സഹായാർത്ഥന നടത്തിയാൽ ശിർക്കാണ്, മുസ്ലിം ജിന്നിനോട് സഹായാർത്ഥന നടത്തിയാൽ വസീലത്ത് ശിർക്കാണെന്നാണ്. ഇതൊരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ, അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കാഫിർ ജിന്നിനെ മുസ്ലിം ജിന്നിനെ ഇവർ വേർതിരിക്കുന്നത്? ഇവർ പറയും കാഫിർ ജിന്നിനോട് നേടിയാൽ ശിർക്കാണ്, അല്ലെങ്കിൽ മുസ്ലിം ജിന്നിനോട് നേടിയാൽ വസീലത്ത് ശിർക്കാണ് എന്ന വിഷയം അത് അനുവദനീയാവുമ്പോൾ മാത്രം വരുന്നതാണ്, അനുവദനീയാവുമ്പോൾ മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അല്ല, ഒരു തേട്ടം ശിർക്കാണോ അല്ലേ എന്നീ ആളുകൾ തീരുമാനിക്കുന്നത് ജിന്നിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ വ്യവസ്ഥ ഉണ്ടായി, അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് തേടുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് ജിന്നിൻ്റെ മതമാണ്. എങ്ങനെയാണ് ഈ വ്യവസ്ഥ, അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയിൽ നിന്ന് ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതിനെ വേർതിരിക്കുന്നത് എന്ന് ആളുകൾ പറയണ്ടേ? കാഫിർ ജിന്നിനോടുള്ള തേട്ടം ശിർക്കാകും, മുസ്ലിം ജിന്നിനോട് ശിർക്കാവില്ല എന്നെങ്ങനെയാ പറയുന്നത്? ഭൗതികമാണെങ്കിൽ കാഫിർ ജിന്നും ഭൗതികമാണ്, മുസ്ലിം ജിന്നും ഭൗതികമാണ്. അഭൗതികമാണെങ്കിൽ കാഫിർ ജിന്ന അഭൗതികമാണ്, മുസ്ലിം ജിന്ന അഭൗതികമാണ്.
ഒരു സംഘടന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം പറയുന്ന ഒരു രംഗമാണല്ലോ വാദപ്രതിവാദം. ഇപ്പം മുജാഹിദുകൾ മരിച്ചുപോയ മഹാന്മാരോട് ഉള്ള സഹായാർത്ഥനയിൽ നിങ്ങളുടെ വാദമെന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മളുടെ വാദപ്രതിവാദങ്ങളിൽ ഇക്കാലം വരെ നമ്മൾ എഴുതിയ വാദങ്ങളാണ്. അത് കുണ്ടോട് വാദപ്രതിവാദമായാലും കുറ്റിച്ചിറ വാദപ്രതിവാദമായാലും കൊട്ടപ്പുറം വാദപ്രതിവാദമായാലും മണ്ണാർക്കാടായാലും ഹൊസങ്കടിയായാലും ആലുവയായാലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എഴുതിയ വാദത്തിൻ്റെ സത്ത ഒന്നാണ്. മുജാഹിദുകൾ എഴുതിയ വാദത്തിൽ ഒരു വ്യത്യാസം ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ ഇവർ നടത്തിയ വാദപ്രതിവാദത്തിൽ എഴുതിയ വ്യവസ്ഥ എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്, അഭൗതികമാണ് ജിന്ന്. ഈ അദൃശ്യമാണ്, അഭൗതികമാണ് എന്ന് എഴുതിയ ആളുകൾ ഇപ്പൊ പറയാണ് അത് വ്യവസ്ഥയുടെ ഭാഗമാണ്, അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ കാഫിർ ജിന്ന് വ്യവസ്ഥയുടെ ഭാഗമല്ലേ? കാഫിർ ജിന്നെ എങ്ങനെ പുറത്താക്കും? അപ്പോൾ ഇത് തൗഹീദിൽ നിന്ന് അകന്നു പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാൻ, തൗഹീദിൽ നിന്ന് അകന്നു പോയാൽ ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞല്ലോ, റാഞ്ചിക്കൊണ്ടുപോയവനെ പോലെയാണ്, ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ് എന്നൊക്കെ പറയുന്ന ആ അവിവേകത്തിൻ്റെ, വിവരക്കേടിൻ്റെ ഏറ്റവും പരമോന്നതിയിലാണ് ഇപ്പോൾ ഈ ആളുകൾ എത്തി നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് അവരുടെ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ടതില്ല, ഇത് നമ്മൾ സംസാരിക്കേണ്ടതില്ല, ഇത് വിഷയാക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞാൽ എവിടെയൊക്കെ ഇവർ ഈ വിഷയം പറഞ്ഞോ അത് പറഞ്ഞിടത്തൊക്കെ ഈ ഭീമാബദ്ധത്തിൽ ഓരോ വിഷയത്തിലും ഈ ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട്.